ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് സായ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാളും കൂടിയാണ് പോകുന്നത്. ഞാനും മഴയും തമ്മിൽ ഇപ്പോൾ ഒടുക്കത്തെ പ്രേമത്തിലാണ്. ഞാൻ എവിടെയെങ്കിലും പോകാൻ നോക്കുമ്പോൾ ഇവനും എൻ്റെ കൂടെ ഉണ്ടാവും. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സീബ്ര ലൈൻ നോക്കി നടക്കുകയായിരുന്നു. എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് സീബ്ര ലൈനിലൂടെ നടന്ന് വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ ബസ് കയറാൻ കാത്തു നിൽക്കുമ്പോഴാണ് ചേച്ചിയുടെ കോള് വരുന്നത്. നമുക്കൊന്ന് കണ്ണൂരിലേക്ക് പോയിട്ട് വന്നാലോന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അവളുടെ കൂടെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോഴും മഴയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അത് നല്ല തകൃതിയായി പെയ്യുന്നുണ്ടായിരുന്നു. ഇവൾക്ക് വീട്ടിൽ പോയി കുറച്ച് അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൂടെ വന്നില്ല. അങ്ങനെ കണ്ണൂരെത്തി. ആദ്യം തന്നെ നമ്മൾ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് കയറിയത്. അവൾക്ക് സെലക്ട് ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാനും കുറച്ച് ഡ്രസ്സ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനും എടുത്തു. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? അത് പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ ഷോപ്പിംഗിൽ നമ്മൾ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഒരു പൊടിക്ക് കൂടുതൽ ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ചെങ്ങായി ഇങ്ങനെ തറ തുടച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോൾ പോകുമ്പോഴും ചെങ്ങായി അതേ പണി ചെയ്യുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോരോ കഷ്ടപ്പാടേ. മഴയ്ക്ക് അപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതിന്റെ അടുത്ത പാർട്ട് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.